കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2ാം സെമിസ്റ്ററിൽ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്ന സൈക്കോളജിയിലെ സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്നുള്ള പേപ്പറിൻ്റെ 1ാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു സമ്മറിയും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആയിട്ടുള്ളൊരു നോട്ടുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടുള്ള ചില സൈക്കോളജിക്കൽ തിയറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കതിൽ ഓരോ തിയറീസായിട്ട് നോക്കാം. ഒന്നാമത്തത് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം ഈസ് അബൌട്ട് ഫിഗറിംഗ് ഔട്ട് ഹൗ അവർ മൈൻഡ്സ് വർക്ക്. സ്ട്രക്ചറലിസം എന്ന് പറയുന്ന തിയറി ഹൗ അവർ മൈൻഡ്സ് വർക്ക്, നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. ഇറ്റ് ബിഗാൻ വിത്ത് വിൽഹെം വൂണ്ട് എന്നു പേരുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഈ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഹു സെറ്റപ്പ് ദ ഫസ്റ്റ് ലാബ് ഫോർ സൈക്കോളജിക്ക് വേണ്ടി ആദ്യമായിട്ടൊരു ലാബ് തുടങ്ങിയത് ഇദ്ദേഹമാണ്. നമുക്കറിയാം മെഡിക്കൽ സയൻസിൽ മറ്റ് കാര്യങ്ങൾക്കുള്ള ലാബുകൾ ഒരുപാടുണ്ട്. സൈക്കോളജിക്ക് വേണ്ടി ആദ്യമായിട്ടൊരു ലാബ് തുടങ്ങിയത് ഇദ്ദേഹമായിരുന്നു. ഹി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഹാപ്പൻ. അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചത് അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നമ്മുടെ ചിന്തകളും ഫീലിങ്സും വികാരങ്ങളും എങ്ങനെ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഹി യൂസ്ഡ് എ വേ കോൾഡ് ഇൻട്രോസ്പെക്ഷൻ. അതിനുവേണ്ടി ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. വേർ പീപ്പിൾ ലുക്ക് അറ്റ് ദെയർ തോട്ട്സ് ആൻഡ് ടോക്ക് അബൌട്ട് ദെം. അതിൽ ആളുകൾ അവരുടെ ചിന്ത സ്വയം സംസാരിക്കുക. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മപരിശോധന എന്നാണ് അർത്ഥം. ഈ ലാബിനകത്ത് ഓരോരുത്തരും അവരവരുടെ സ്വന്തം ചിന്തകളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അതിലൂടെ എങ്ങനെ ചിന്തകൾ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എഡ്വേർഡ് ബ്രാഡ്ഫോർഡ് ടിച്ച്നർ, എ സ്റ്റുഡൻറ് ഓഫ് വൂണ്ട്, മെയ്ഡ് സ്ട്രക്ചറലിസം ഫേമസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നിട്ടുള്ള എഡ്വേർഡ് ടിച്ച്നറാണ് ഈ തിയറീനെ ഫേമസ് ആക്കിയത്. ഹി സെഡ് അവർ മൈൻഡ്സ് ഹാവ് ബേസിക് പാർട്സ് ലൈക്ക് ഫീലിങ്സ്, പിക്ചേഴ്സ് ആൻഡ് സെൻസേഷൻസ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മനസ്സിന് ബേസിക് പാർട്സ് ഉണ്ട്, ചില ഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സ്. ഫീലിങ്സ്, പിക്ചേഴ്സ് ആൻഡ് സെൻസേഷൻസ്. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ, പിക്ചേഴ്സ് പറഞ്ഞാൽ ചിത്രങ്ങൾ, അതായത് നമ്മൾ കാണുന്ന കാഴ്ചയും മറ്റും. ആൻഡ് സെൻസേഷൻസ്, മറ്റ് സെൻസേഷൻസ്, കേൾവി, സ്പർശനം, അങ്ങനെയുള്ള ഇന്ദ്രിയ അനുഭവങ്ങളും അതുപോലെ നമുക്കുണ്ടാവുന്ന മറ്റ് ഫീലിങ്സും അനുഭവങ്ങളൊക്കെ മനസ്സിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഓൾ അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് കം ഫ്രം ദീസ് ബേസിക് പാർട്സ്. അദ്ദേഹം വിശ്വസിച്ചത് നമ്മുടെ ഓരോ ചിന്തകളും ഓരോ ഫീലിങ്സും ഓരോ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നാണ്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവത്തിന്, ചിന്തയ്ക്ക് മനസ്സിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളും വരുന്നത് എന്നായിരുന്നു ഈ തിയറിയിൽ പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. സ്ട്രക്ചറലിസം ഹാഡ് സം ഇമ്പോർട്ടൻ്റ് ഐഡിയാസ്. സ്ട്രക്ചറലിസത്തിന് ചില പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ടായിരുന്നു. സ്റ്റഡി ഹൗ പീപ്പിൾ തിങ്ക്, എസ്പെഷ്യലി യൂസിങ് ദെയർ സെൻസസ്. ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പഠിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. എസ്പെഷ്യലി യൂസിങ് ദെയർ സെൻസസ് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കാഴ്ച, കേൾവി, അങ്ങനെയുള്ള സെൻസിലൂടെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പഠിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. യൂസ് ഇൻട്രോസ്പെക്ഷൻ ഇൻ ലാബ്സ് ടു ലേൺ അബൌട്ട് തോട്ട്സ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ആളുകൾ സ്വയം അവരുടെ ചിന്തയെ കുറിച്ചിട്ട് വിവരിക്കുന്ന ഒരു സംവിധാനം, അതിലൂടെയാണ് ചിന്തകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ബ്രേക്ക് തോട്ട്സ് ഇൻ ടു സിമ്പിൾ പാർട്സ് ആൻഡ് സീ ഹൗ ദേ ഫിറ്റ് ടുഗദർ. തോട്ട്സിനെ സിമ്പിൾ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. അതായത് ഓരോ തരത്തിലുള്ള ചിന്തകൾക്കും ഓരോ ഭാഗങ്ങളാണ് തലച്ചോറിലുള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ചിന്തകളെ തരംതിരിച്ചിട്ട് അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഒരു ആശയം. ഫൈൻഡ് വേർ ദീസ് പാർട്സ് ആർ ഇൻ ദ ബ്രെയിൻ. ആ ഭാഗങ്ങൾ തലച്ചോറിൽ എവിടെയാണ് വരുന്നത്. സന്തോഷം, സങ്കടം, അങ്ങനെയുള്ള ഓരോ വികാരങ്ങൾ, ഓരോ തരത്തിലുള്ള ചിന്തകൾ, അതൊക്കെ ഓരോ പ്രത്യേക ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിച്ചു. അത് തലച്ചോറിൽ എവിടെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പഠനോദ്ദേശം. ബട്ട് സ്ട്രക്ചറലിസം ഓൾസോ ഹാഡ് പ്രോബ്ലംസ്. പക്ഷേ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു. ഇറ്റ് ഡിഡ്ന്റ് ലുക്ക് അറ്റ് കിഡ്സ് ആൻഡ് ആനിമൽസ് ബിക്കോസ് ദേ കുഡിന്റ് ടോക്ക് അബൌട്ട് ദെയർ തോട്ട്സ്. ഇത് കുട്ടികളെയും മൃഗങ്ങളെയും പരിഗണിച്ചില്ല. ഇവിടെ പ്രധാനപ്പെട്ട രീതി ഇൻട്രോസ്പെക്ഷൻ ആയിരുന്നു. അതായത് ആളുകൾ ലാബിൽ അവരുടെ സ്വന്തം ചിന്തകളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്.
കുട്ടികളെ സംബന്ധിച്ചിട്ടും മൃഗങ്ങളെ സംബന്ധിച്ചിട്ടുമാണെങ്കിൽ സ്വന്തം ചിന്തകളെക്കുറിച്ച് സംസാരിക്കാൻ അങ്ങനെ കഴിയാത്തതുകൊണ്ട് അത് പഠനവിധേയമാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇറ്റ് ഡിഡ്ന്റ് സ്റ്റഡി കോംപ്ലക്സ് തോട്ട്സ് ഓർ പ്രോബ്ലംസ്. മാത്രമല്ല സങ്കീർണമായിട്ടുള്ള ചിന്തകളെയും പ്രശ്നങ്ങളെയും കുറിച്ചിട്ട് ഇവർ പഠിച്ചില്ല. ഇപ്പോൾ ഇന്ന് നമുക്കറിയാലോ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, അത്തരത്തിൽ നമുക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് പഠിക്കാൻ സാധിച്ചില്ല. കാരണം ഒരു ലാബിനകത്ത് വന്നിരുന്നു കൊണ്ട് സ്വന്തം ചിന്തകളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലെ ആളുകൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വിശദമായിട്ടുള്ളൊരു മനഃശാസ്ത്ര പഠനം എന്നുള്ളത് ഈ രീതി കൊണ്ട് സാധ്യമായിരുന്നില്ല. ഇറ്റ് ഡിഡ്ന്റ് ഫോക്കസ് ഓൺ റിയൽ ലൈഫ് ഇഷ്യൂസ്. കൂടാതെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ ഇത് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതും ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ്. ഒരു ലാബിനകത്ത് വോളണ്ടിയേഴ്സായിട്ട് വന്നിരിക്കുന്ന ആളുകൾ അവരുടെ ആ സമയത്തുള്ള ചിന്തകളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ റിയൽ ലൈഫ് ഇഷ്യൂസ് ആയിട്ടുള്ള ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഡിപ്രഷനോ ആങ്സൈറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഫോക്കസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. അടുത്തത് ഫങ്ഷണലിസം. വില്യം ജെയിംസ് എന്ന പേരുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. വില്യം ജെയിംസ് വാസ് എ ഫേമസ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു വില്യം ജെയിംസ്. ഹി ഹാഡ് ഹിസ് ഓൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് സൈക്കോളജി. അദ്ദേഹത്തിന് സൈക്കോളജിയെ സ്വന്തം രീതിയിൽ ആണ് സമീപിച്ചിരുന്നത്. ഹി ഡിഡ്ന്റ് അഗ്രി വിത്ത് ദി ഐഡിയ ഓഫ് ബ്രേക്കിംഗ് തോട്ട്സ് ഇൻ ടു സ്മോൾ പീസസ്. നമ്മൾ നേരത്തെ സ്ട്രക്ചറലിസത്തിൽ കണ്ട ചിന്തകളെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് അത് തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളൊരു തിയറിയോട് ഇദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. ഹി തോട്ട് അവർ എക്സ്പീരിയൻസസ് ആർ മോർ കോംപ്ലക്സ് ആൻഡ് കാൺ ബി സെപ്പറേറ്റഡ്. അദ്ദേഹം വിചാരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളെല്ലാം കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്, അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതൊക്കെയാണ്, ഓരോന്നിനെയും ഓരോ ഭാഗത്തേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ജെയിംസ് ഹാഡ് എ ഡിഫറെൻ്റ് ഐഡിയ അബൌട്ട് കോൺഷ്യസ്നെസ്. കൂടാതെ അദ്ദേഹത്തിന് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് എന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യത്യസ്തമായൊരു ആശയമാണ് ഉണ്ടായിരുന്നത്. ഹി സെഡ് ഇറ്റ്സ് ലൈക്ക് എ സ്ട്രീം ദാറ്റ് കീപ്സ് ഫ്ലോവിങ് കണക്റ്റിംഗ് അവർ തോട്ട്സ്. അദ്ദേഹം പറയുന്നത് കോൺഷ്യസ്നെസ് അഥവാ നമ്മുടെ ബോധ മനസ്സെന്ന് പറയുന്നത് ഒരു സ്ട്രീം പോലെയാണ്, ഒഴുകുന്ന ഒരു പുഴ പോലെ അല്ലെങ്കിൽ അരുവി പോലെയൊക്കെയാണ് നമ്മുടെ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. അത് ഒരു ചിന്ത മറ്റൊരു ചിന്തയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു, അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, അതിനെ വേർതിരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫങ്ഷണലിസം, the theory he introduced, looks at how our minds work in the real world. ഇദ്ദേഹത്തിൻ്റെ ഫങ്ഷണലിസം എന്ന് പറയുന്ന തിയറി നോക്കുന്നത് ഹൗ മൈൻഡ്സ് വർക്ക് ഇൻ ദ റിയൽ വേൾഡ്. ഒരു ലാബിലോ അങ്ങനെയുള്ള സംവിധാനത്തിലോ എങ്ങനെ മനസ്സ് പ്രവർത്തിക്കുന്നത് പഠിക്കുന്നതല്ല, മറിച്ച് റിയൽ വേൾഡിനകത്ത്, ആളുകളുടെ ജീവിതത്തിനകത്ത് ശരിക്കും ലോകത്തിൽ എങ്ങനെയാണ് ആളുകളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം നോക്കിയത്. It goes beyond just our senses and looks at how we learn to deal with the things around us. അത് നമ്മുടെ സെൻസുകളെ മാത്രമല്ല, കൂടാതെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പഠനവിധേയമാക്കി. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. സം കീ തിങ്സ് അബൌട്ട് ഫങ്ഷണലിസം. ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ലൈക്ക് ഹൗ കിഡ്സ് ബിഹേവ്, ഹൗ ആനിമൽസ് തിങ്ക് ആൻഡ് ഹൗ പീപ്പിൾ വിത്ത് ഡിഫറൻസസ് ആക്ട്. ഇവിടെ കിഡ്സ്, ആനിമൽസ്, കുട്ടികളും മൃഗങ്ങളും, പീപ്പിൾ വിത്ത് ഡിഫറൻസസ്, വ്യത്യസ്തതയുള്ള ആളുകൾ, വ്യത്യസ്ത മനസ്സുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ, ഇവരൊക്കെ എങ്ങനെ പെരുമാറുന്നു, ചിന്തിക്കുന്നു എന്നുള്ളത് കൂടി ഇവിടെ പഠനവിധേയമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. യൂസ് സിമ്പിൾ വേസ് ടു വാച്ച് യുവർ സെൽഫ് ആൻഡ് ഡു എക്സ്പെരിമെൻറ്റ്സ് ടു ലേൺ അബൌട്ട് ദ മൈൻഡ്. ഇൻട്രോസ്പെക്ഷൻ അല്ല, ഒരു ലാബിൽ പോലുള്ള സംവിധാനമല്ല, അതല്ലാതെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആളുകളുടെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനും അതുപോലെ തന്നെ എക്സ്പെരിമെൻസിലൂടെ, പരീക്ഷണങ്ങളിലൂടെയും മനസ്സിനെ കുറിച്ച് പഠിക്കാനുമാണ് ഈ രീതിയിൽ ശ്രമിച്ചത്. തിങ്ക് അബൌട്ട് ഹൗ സൈക്കോളജി ക്യാൻ ഹെൽപ്പ് ഇൻ എവറിഡേ ലൈഫ് ലൈക്ക് ഇൻ സ്കൂൾസ് ഓർ ബിസിനസ്സസ്. മനസ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് മാത്രമല്ല, ആ പഠിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി ഇവർ പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ചും സ്കൂളിലും ബിസിനസ്സിലും, നമ്മുടെ വിദ്യാഭ്യാസത്തിലും മറ്റ് ബിസിനസ്സിലും എല്ലാം ഈ മനഃശാസ്ത്ര തിയറി ഉപയോഗിച്ച് എങ്ങനെ മനുഷ്യർക്ക് നേട്ടമുണ്ടാക്കാം എന്നുള്ള കാര്യം കൂടി ഇവർ പരിഗണിച്ചിരുന്നു. അടുത്തത് ബിഹേവിയറിസം.
ജോൺ ബി വാട്സൺ എന്നിവരുള്ളൊരു സൈക്കോളജിസ്റ്റാണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ജോൺ ബി വാട്സൺ വാസ് എ സൈക്കോളജിസ്റ്റ് ഹു ഹാഡ് എ ന്യൂ ഐഡിയ അബൌട്ട് സ്റ്റഡിങ് ബിഹേവിയർ. ഇദ്ദേഹത്തിന് ന്യൂ ഐഡിയ, പുതിയൊരു ആശയമുണ്ടായിരുന്നു ബിഹേവിയർ, ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹി ഡിഡിൻ വാണ്ട് ടു ഫോക്കസ് ഓൺ തിങ്കിങ് ഇൻ ദ മൈൻഡ്. അദ്ദേഹത്തിന് മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകൾ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നല്ല അദ്ദേഹം പഠിച്ചിരുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓൺ വാട്ട് വി ക്യാൻ സീ പീപ്പിൾ ഡൂയിങ്. അതിന് പകരം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ആളുകൾ എങ്ങനെ പെരുമാറുന്നു, ആളുകളുടെ പെരുമാറ്റത്തിൽ ഉള്ള സവിശേഷതകൾ എന്താണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഹി സെഡ് വി ഷുഡ് സ്റ്റഡി തിങ്സ് വി ക്യാൻ മെഷർ ആൻഡ് വാച്ച്. അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാനും അളക്കാനും കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണം നമ്മൾ പഠിക്കാൻ എന്നാണ്. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകൾ എങ്ങനെ രൂപപ്പെടുന്നു, അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളിലല്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. മറിച്ച് ആളുകളുടെ പെരുമാറ്റ രീതി, ആളുകളുടെ പെരുമാറ്റം എങ്ങനെ രൂപപ്പെടുന്നു, സ്വഭാവം എങ്ങനെ രൂപപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. വാട്സൺ ലേൺഡ് എ ലോട്ട് ഫ്രം ഇവാൻ പാവ്ലോവ്സ് വർക്ക്. ഇവാൻ പാവ്ലോവ് എന്നു പേരുള്ള മറ്റൊരു സൈക്കോളജിസ്റ്റിൻ്റെ വർക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിരുന്നു. പാവ്ലോവ് സ്റ്റഡീഡ് ഹൗ ആനിമൽസ് ലേൺ ഫ്രം ദെയർ സറൗണ്ടിങ്സ്. പാവ്ലോവ് ആനിമൽസ് എങ്ങനെ അവരുടെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളോട് പ്രതികരിക്കുന്നു, അതിനോട് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യമായിരുന്നു പഠിച്ചിരുന്നത്. വാട്സൺസ് ഐഡിയാസ് ബിക്കെയിം നോൺ ആസ് ബിഹേവിയറിസം ആൻഡ് ദേ ഗോട്ട് റിയലി പോപ്പുലർ ഇൻ അമേരിക്ക. ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയറിസം എന്നുള്ള തിയറി വളരെ പോപ്പുലറായി അമേരിക്കയിൽ കുറേ കാലം നിലനിന്നിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ള കാര്യം പഠിക്കുന്നതിന് പകരം ആളുകളുടെ പെരുമാറ്റം, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ ചുറ്റുപാട് അവരുടെ സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിഹേവിയറിസത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. വാച്ച് വാട്ട് പീപ്പിൾ ഡു ആൻഡ് ഹൗ ദേ റിയാക്ട് ടു ദെയർ സറൗണ്ടിങ്സ്. ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഹൗ ദേ റിയാക്ട് ടു ദെയർ സറൗണ്ടിങ്സ്, അവരുടെ ചുറ്റുപാടിനോട് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പഠന വിഷയമാക്കിയിരുന്നത്. ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഓരോരുത്തർ കടന്നു പോകുന്ന അനുഭവങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടും. അത്തരം കാര്യങ്ങളോട് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അത് അവരുടെ ബിഹേവിയറിനെ, പെരുമാറ്റത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇവിടെ പഠന വിഷയമാക്കിയിരുന്നു. തിങ്ക് ദാറ്റ് എക്സ്പീരിയൻസസ് മാറ്റർ മോർ ദാൻ തിങ്സ് വി ആർ ബോൺ വിത്ത് ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ. കൂടാതെ എക്സ്പീരിയൻസസ് മാറ്റർ മോർ, അനുഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, ദാൻ തിങ്സ് വി ആർ ബോൺ വിത്ത്, നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അതായത് പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളല്ല, ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെയാണ് അവരുടെ ബിഹേവിയർ രൂപപ്പെടുത്താൻ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഈ തിയറിയുടെ മറ്റൊരാശയം. ഡോണ്ട് ട്രൈ ടു ലുക്ക് ഇൻസൈഡ് ദ മൈൻഡ്, ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് വി ക്യാൻ സീ. ഇവരുടെ മറ്റൊരാശയം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ നോക്കേണ്ടതില്ല, മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ ചിന്തകൾ രൂപപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് പകരം നമ്മൾക്ക് കാണാൻ കഴിയുന്ന ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആശയം. ട്രൈ ടു എക്സ്പ്ലെയിൻ, പ്രിഡിക്റ്റ് ആൻഡ് കൺട്രോൾ ബിഹേവിയർ. അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക, പ്രിഡിക്റ്റ് പ്രവചിക്കുക, കൺട്രോൾ ചെയ്യുക ബിഹേവിയർ. അതിലൂടെ ആളുകളുടെ പെരുമാറ്റത്തിനെ കൺട്രോൾ ചെയ്യാനും അതുവഴി ആളുകളുടെ ബിഹേവിയർ മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുമോ എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിച്ചിരുന്നത്. സ്റ്റഡി ബോത്ത് ആനിമൽസ് ആൻഡ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ ബെറ്റർ. മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെ ബിഹേവിയർ കൂടി ഇവിടെ പഠിച്ചിരുന്നു. അങ്ങനെ അതിലൂടെ ഈ പെരുമാറ്റം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അടുത്തത് സൈക്കോ അനലിറ്റിക് സൈക്കോളജി, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേത്. Sigmund Freud was a doctor who wanted to understand why people have nervous problems. സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ഡോക്ടറായിരുന്നു, നെർവസ് ഡോക്ടർ, നാഡികളെ ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നു. ഈ നാഡികൾക്ക് എങ്ങനെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്, അതിന് മനസ്സുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പരിശോധിച്ചിരുന്നത്. ഹി കെയിം അപ്പ് വിത്ത് എ വേ ടു ലുക്ക് അറ്റ് ദ മൈൻഡ് കോൾഡ് സൈക്കോ അനലിറ്റിക് തിയറി. അങ്ങനെ അദ്ദേഹം സൈക്കോ അനലിറ്റിക് തിയറി എന്നു പേരുള്ള ഒരു സിദ്ധാന്തവുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഫ്രോയിഡ് സെഡ് ദാറ്റ് അവർ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ തിങ്സ് വി ഡോണ്ട് ഈവൻ നോ ആർ ദർ. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കപ്പെടുന്നത് ബൈ തിങ്സ് വി ഡോണ്ട് ഈവൻ നോ ആർ ദർ,
നമ്മുടെ മനസ്സിലുണ്ട് എന്ന് നമ്മൾക്ക് അറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ പെരുമാറ്റം സ്വാധീനിക്കപ്പെടുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി. ഇതിന് സബ് കോൺഷ്യൻസ്, അതായത് ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടായി. ഇന്നും അത് ഒരുപാട് പ്രചാരത്തിലുള്ള വാക്കുകളാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പേടികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹി മേഡ് എ വേ ടു ടോക്ക് വിത്ത് പീപ്പിൾ ആൻഡ് ലേൺ അബൌട്ട് ദെയർ ഹിഡൻ തോട്ട്സ് ലൈക്ക് ഡ്രീംസ് ആൻഡ് മെമ്മറീസ്. അദ്ദേഹം ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി കണ്ടെത്തി. നമ്മൾ ആദ്യം കണ്ട ഇൻട്രോസ്പെക്ഷനിലെ ലാബ് പോലെ സംവിധാനമല്ല, മറിച്ച് ഇന്ന് നമുക്ക് പരിചിതമായിട്ടുള്ളൊരു കൗൺസിലിംഗ് പോലുള്ള സംവിധാനമാണ്. ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നു, ഒരുപാട് സമയം എടുത്തുകൊണ്ട് അവർ അവരുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ചൊക്കെ പറയുന്നു, സംസാരിക്കുന്നു. അതിലൂടെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് പോലും അറിയാതെ കിടക്കുന്ന ചിന്തകളെയും സ്വപ്നങ്ങളെയും ഓർമ്മകളെ കുറിച്ചിട്ടൊക്കെ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സംവിധാനമാണ് സൈക്കോ അനലിറ്റിക് സൈക്കോളജിക്കകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ചത്. He thought that our early years are super important for how we act when we are older. അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറി, നമ്മുടെ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ വളർന്നു വലുതാവുന്ന സമയത്ത് നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും മനസ്സൊക്കെ എങ്ങനെയാവും എന്നുള്ളതിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. സ്റ്റഡി ദ ഹിഡൻ തിങ്സ് ദാറ്റ് ഡ്രൈവ് അവർ ബിഹേവിയർ ലൈക്ക് ഡ്രീംസ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആശയം, ഹിഡൻ തിങ്സ്, ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അത് നമ്മുടെ പെരുമാറ്റത്തെ, സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കുക. ലൈക്ക് ഡ്രീംസ്, സ്വപ്നങ്ങളെ പോലെ, അല്ലെങ്കിൽ മറ്റു ചിന്തകൾ, നമ്മുടെ ഉള്ളിലുള്ള പേടികൾ, അങ്ങനെയുള്ള നമ്മൾക്ക് പോലും ബോധമില്ലാത്ത, അത്ര അറിവില്ലാത്ത നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് പഠിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ആശയം. ലുക്ക് അറ്റ് ഹൗ അവർ ഏർലി ഇയേഴ്സ് ഷേപ്പ് അവർ പേഴ്സണാലിറ്റീസ്. കൂടാതെ നമ്മുടെ ഏർലി ഇയേഴ്സ്, ചെറുപ്പത്തിലെ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ടോക്ക് ടു പീപ്പിൾ എ ലോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഹിഡൻ തോട്ട്സ്. ആളുകളോട് ഒരുപാട് സംസാരിക്കുക. ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഹിഡൻ തോട്ട്സ്, അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, അവർക്ക് പോലും അറിയാത്ത ചിന്തകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ കൗൺസിലിങ്, അതുപോലെ തന്നെ ഈ ഹിപ്നോട്ടിസം എന്നുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള ഇന്നത്തെ കാലത്തുള്ള രീതികളാണ്. ഈ സൈക്കോളജിസ്റ്റ് ഇവരോട് ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളൊരു രീതി ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഫ്രോയിഡ്സ് ഐഡിയാസ് സ്റ്റാർട്ടഡ് എ ന്യൂ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ദ മൈൻഡ് ആൻഡ് സ്റ്റിൽ ഹാവ് എൻ ഇമ്പാക്ട് ടുഡേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതി, ഈ ഒരു ആശയം പുതിയൊരു രീതിയാണ് സൈക്കോളജിയുടെ മേഖലയിൽ കൊണ്ടുവന്നത്. ഇന്നും അതിൻ്റെ സ്വാധീനം നിലനിൽക്കുന്നുണ്ട്. അടുത്തത് ദ വ്യൂസ് ഓഫ് മോഡേൺ സൈക്കോളജി. മോഡേൺ സൈക്കോളജി നിലനിൽക്കുന്ന വ്യൂസ് അല്ലെങ്കിൽ വീക്ഷണങ്ങൾ. ഒന്നാമത്തത് സൈക്കോ അനലിറ്റിക് വ്യൂ. ദിസ് വ്യൂ സേസ് ദാറ്റ് അവർ ആക്ഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിഡൻ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് വി ആർ അവെയർ ഓഫ്. ഇതിൽ പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, സ്വാധീനിക്കപ്പെടുന്നത് ഹിഡൻ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ കിടക്കുന്ന ചിന്തകളും ഫീലിങ്സും കാരണം കൊണ്ടാണ് നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തികളും സ്വാധീനിക്കപ്പെടുന്നത് എന്നാണ് ഈ തിയറിക്കകത്ത് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ഫൈൻഡിങ് ഔട്ട് ദീസ് ഹിഡൻ തോട്ട്സ് ആൻഡ് റിസോൾവിങ് ഇന്നർ കോൺഫ്ലിക്ട്സ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഈ ഹിഡൻ തോട്ട്സ്, ഉള്ളിൽ കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ഈ ചിന്തകളെ കണ്ടെത്തി അത് പരിഹരിക്കുക, റിസോൾവ് ചെയ്യുക. ഇന്നർ കോൺഫ്ലിക്ട്സ്, ഉള്ളിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹിപ്നോട്ടിസം വഴിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതേ കാര്യമാണ്. ഒരാളുടെ ഉള്ളിൽ അവരറിയാതെ കിടക്കുന്ന പേടിയോ ഭയം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് അവർക്ക് വിശദീകരിച്ച് കൊടുത്ത് പരിഹരിക്കുക എന്നുള്ള രീതിയൊക്കെ. ആ രീതിയിൽ ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന കൺഫ്ലിക്റ്റുകൾ, സംഘർഷങ്ങൾ എന്താണെന്ന് നോക്കി അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് ദ നിയോ ബിഹേവിയറിസ്റ്റിക് വ്യൂ. ദിസ് ഈസ് ലൈക്ക് എൻ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് ബിഹേവിയറിസം. നമ്മൾ നേരത്തെ പറഞ്ഞ ബിഹേവിയറിസത്തിൻ്റെ ഒരു അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ പോലെയാണ്. ഇറ്റ് ലുക്സ് അറ്റ് ഹൗ വി റിയാക്ട് ടു തിങ്സ്, ലേൺ ആൻഡ് ഡീൽ വിത്ത് കോംപ്ലക്സ് സ്റ്റഫ് ലൈക്ക് സ്ട്രെസ് ആൻഡ് മോട്ടിവേഷൻ. ബിഹേവിയറിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളുണ്ട്, അത് സാഹചര്യങ്ങളും അതുപോലെ അനുഭവങ്ങളൊക്കെ ഉൾപ്പെടെ അതിനോട് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടി കോംപ്ലക്സ് സ്റ്റഫായിട്ടുള്ള സ്ട്രെസ്, മോട്ടിവേഷൻ. സ്ട്രെസ് മീൻസ് ഡിപ്രഷനൊക്കെ പോലെ, മോട്ടിവേഷൻ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ജീവിതത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങളും
ആ സ്വപ്നങ്ങളും അതൊക്കെ അവരുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ യൂസ് കെയർഫുൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ടു സ്റ്റഡി ഹൗ വി റിയാക്ട്. അതിനുവേണ്ടി കെയർഫുൾ ക്വസ്റ്റ്യൻസ്, ആളുകളോട് കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും മറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടും അവരുടെ പ്രവൃത്തികൾ, പെരുമാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയോ ബിഹേവിയറിസ്റ്റിക് വ്യൂക്കകത്ത് ശ്രമിക്കുന്നത്. അടുത്തത് ദ കോഗ്നിറ്റീവ് വ്യൂ. ദിസ് വ്യൂ സ്റ്റാർട്ടഡ് ബിക്കോസ് പീപ്പിൾ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് തിങ്കിങ് ആൻഡ് മെമ്മറി. ഈ വ്യൂ ആരംഭിക്കാൻ കാരണം ആളുകൾക്ക് ചിന്തയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ളതുകൊണ്ടാണ്. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ അവർ മൈൻഡ്സ് വർക്ക് ആൻഡ് യൂസിങ് ദാറ്റ് നോളജ് ഇൻ എവറിഡേ ലൈഫ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ആ അറിവ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദ യൂസ് പേഴ്സണൽ തിങ്കിങ് ആൻഡ് റിസർച്ച് ടു ഫിഗർ തിങ്സ് ഔട്ട്. പേഴ്സണൽ തിങ്കിങ്, വ്യക്തിപരമായിട്ടുള്ള ചിന്തകളും റിസർച്ചും ഗവേഷണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നത്. അടുത്തത് ദ ഹ്യൂമനിസ്റ്റിക് വ്യൂ, മാനവികമായിട്ടുള്ള വീക്ഷണം. ദിസ് ഈസ് അബൌട്ട് മേക്കിംഗ് സൈക്കോളജി മോർ പേഴ്സണൽ ആൻഡ് ഹെൽപ്പിംഗ് പീപ്പിൾ ഗ്രോ. ഇതിന് സൈക്കോളജിയെ പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് കണ്ടുകൊണ്ട് ഹെൽപ്പിംഗ് പീപ്പിൾ ഗ്രോ, ആളുകളുടെ വളർച്ചയ്ക്ക്, അതായത് മാനസിക വളർച്ചയ്ക്ക് സഹായിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഹ്യൂമനിസ്റ്റിക് വ്യൂക്കുള്ളത്. ഇറ്റ് ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ്, റീച്ചിങ് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് സോൾവിങ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ഇഷ്യൂസ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ്, നമ്മൾ സ്വയം മനസ്സിലാക്കുക. റീച്ചിങ് യുവർ പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവ് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് സോൾവിങ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ഇഷ്യൂസ്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതിനൊക്കെ വേണ്ടി ഈ സൈക്കോളജി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ വ്യൂ. ദേ സീ ഹ്യൂമൻസ് ആസ് യുണീക്ക് ഇൻഡിവിജ്വൽസ് വിത്ത് ദെയർ ഓൺ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ പൊതുവിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഓരോരുത്തരുടെ അനുഭവങ്ങളും ചിന്തകളും വ്യത്യസ്തമായതുകൊണ്ട് ഓരോരുത്തർക്കും അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. നമുക്കറിയാം, ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷൻ തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഈ ഹ്യൂമനിസ്റ്റിക് വ്യൂവിൻ്റെ ലേബലിൽ വരുന്ന കാര്യങ്ങളാണ്.